ഏതെങ്കിലും താൽക്കാലിക വിസയിൽ വന്നതിന് ശേഷം ഗ്രീൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കുകയും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ്, അതിൻ്റെ ഈ താൽക്കാലിക വിസയിൽ നിന്ന് ഗ്രീൻ കാർഡിലേക്ക് മാറ്റാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് അത് ഇവിടെ തന്നെ ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇനി മുതൽ അത് പറ്റില്ല. അവർ കോൺസുലർ പ്രോസസ്സിന് പോകണം. അവർ ഏത് രാജ്യത്തു നിന്നാണോ വന്നത് ആ രാജ്യത്തെ കോൺസുലേറ്റിൽ പോയി അപേക്ഷ കൊടുക്കണം. ആ കോൺസുലർ പ്രോസസ്സിങ്ങിൽ അവിടെയാണ് അന്തിമ ഇൻ്റർവ്യൂ നടത്തി അഡ്ജുഡിക്കേഷൻ, അവരാണ് തീരുമാനം എടുക്കുക ഈ ഗ്രീൻ കാർഡ് നൽകണമോ വേണ്ടയോ എന്ന്. അത് സംബന്ധിച്ച് ആ ഉത്തരവ് ഞാൻ വായിച്ചു. അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് ഉള്ള പത്രങ്ങളിലെ വാർത്തകളും വായിച്ചെങ്കിലും അത് കൃത്യമായി അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അത് വക്കീൽമാരുടെ സൈറ്റുകളിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനെ കൃത്യമായി ഇനി നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും മനസ്സിലാക്കിയത് ഇത്രയാണ്. ഇവിടെ ഇപ്പം ഈ താൽക്കാലിക വിസയിൽ, ഈവൻ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങ് നിന്നിട്ട് പിന്നീട് ഗ്രീൻ കാർഡിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസിന് അപേക്ഷിക്കാം ഇവിടെ തന്നെ. എന്നിട്ട് ഇവിടെ തന്നെ അത് പിന്നെ തീരുമാനമാകും. അപ്പോൾ ആ പരിപാടി നിർത്തിയിട്ട് നമ്മൾ കോൺസുലേറ്റിലേക്ക് ചെല്ലണം. ഈ നമ്മൾ ഏത് രാജ്യത്താണോ ആ കോൺസുലേറ്റിൽ ചെന്ന് അവിടെ അപേക്ഷിച്ച് അവിടെയാണ് തീരുമാനമെടുക്കുക. അപ്പോൾ അവിടെ പിന്നെ അതിന് പറയുന്നൊരു ന്യായം, ഇവിടെ അപേക്ഷിച്ചിട്ട് ആ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ ആ ആളുകൾ ഇവിടെ അങ്ങ് മുങ്ങും. ഇവിടെ വേറെ ഏതെങ്കിലും പിന്നെ ആ ഒരു നിയമത്തിലും പെടാതെ ഇവിടെ ഇല്ലീഗലായിട്ട് അവർ താമസിക്കും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണിത് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ ഇമിഗ്രേഷൻ എന്നുള്ളത് ഈ ലീഗലായിട്ടുള്ള ഇമിഗ്രേഷനും വളരെ പ്രയാസകരമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ മനസ്സിലാകാത്ത ഒന്ന് രണ്ട് കാര്യം, ഈ H1 വിസ അല്ലെ L1 വിസ ഈ വിസയിൽ വന്നവർക്ക് അവരും ഇവിടെ തന്നെ ഗ്രീൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. I-140 അപേക്ഷ കൊടുക്കും. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ I-485 ഗ്രീൻ കാർഡിനുള്ള അപേക്ഷ, ഇതെല്ലാം ഇവിടെ തന്നെ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തീരുമാനവും ഇവിടെ തന്നെ ഉണ്ടാകും. പണ്ടത് കോൺസുലേറ്റ് പോകണമായിരുന്നു. അത് പിന്നീട് ഇവിടെ തന്നെ അത് തീരുമാനമെടുക്കാമെന്നുള്ളൊരു ചട്ടം വന്നു. അപ്പോൾ അതാണിപ്പം മാറ്റിയിരിക്കുന്നത്. നമ്മൾ പിന്നെ അങ്ങോട്ട് പോകണം, അവിടെ തന്നെ പോകണം. പക്ഷേ ഈ H1 L1 വിസയിൽ വന്നവർക്ക് പിന്നെ അവരിങ്ങോട്ട് വരുമ്പോൾ തന്നെ, ആ വിസയിൽ വരുമ്പോൾ തന്നെ അവർ ഗ്രീൻ കാർഡും ലക്ഷ്യമിടുന്നുണ്ട് എന്നൊരു ഇരട്ട ഉദ്ദേശം അതിന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ അവർക്കിവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് പിന്നെ പറയുന്നത്. കൃത്യമായിട്ട് നമുക്കങ്ങ് പിന്നെ മനസ്സിലാവുന്നില്ല അതിൻ്റെ കൃത്യമായ പിന്നെ ഇൻറ്റൻഷൻ എന്താണെന്ന്. അത് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ പിന്നെ USCIS അത് കൃത്യമായിട്ട് വ്യക്തമാക്കുമെന്ന് നമുക്ക് കരുതാം. വക്കീലന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളാണിത്. അവർക്കും അത് അത്ര വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം അതിൻ്റെ ആ ഉത്തരവ് പിന്നെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെ വന്നാലും ഇപ്പോൾ ഈ പിന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്നവർ, അല്ലെ താൽക്കാലികമായിട്ട് മറ്റ് പിന്നെ ബിസിനസ് വിസയിൽ വന്നിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം ഇതിൻ്റെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസിന് കോൺസുലർ പ്രോസസ്സിങ്ങിന് തന്നെ നാട്ടിൽ തന്നെ പോകണം. നാട്ടിൽ തന്നെ അവിടെ പോയി അപേക്ഷ കൊടുക്കണം. അപ്പോൾ അവിടെ അപേക്ഷ കൊടുത്താലുള്ള പ്രശ്നം നമുക്കറിയാം. ഒരു കോൺസുലർ പ്രോസസ്സിങ്ങിന് ഒരു വിസിറ്റിംഗ് വിസ കിട്ടണമെങ്കിൽ തന്നെ അവിടെ ഒരു ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ, വിസിറ്റിംഗ് വിസയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ തന്നെ 1 വർഷത്തോളമൊക്കെയാണ് കാത്തിരിക്കേണ്ടി വരിക. അതുപോലെ തന്നെ H1 വിസ പുതുക്കാൻ വേണ്ടി പോകുന്നവർ അവർ ഇതുപോലെ മാസങ്ങളും പിന്നെ ഒക്കെ കാത്തിരുന്നതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ തീരുമാനമല്ല, ഒരു ഡേറ്റ് കിട്ടുക. എന്നിട്ട് വേണമല്ലോ അവിടെ ചെന്നിട്ട് നമ്മൾ ഉദ്യോഗസ്ഥൻ്റെ മുൻപാകെ ഹാജരായിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഗ്രീൻ കാർഡിൻ്റെ അപേക്ഷകളുടെ പ്രോസസ്സിംഗ് കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺസുലേറ്റിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എത്രയോ കാലമെടുക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഇവിടുന്ന് വിസ അപേക്ഷയുമായിട്ട് പിന്നെ ഈ ഗ്രീൻ കാർഡ് അപേക്ഷയുമായിട്ട് പോകുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് ഇവിടെ ജോലി കാണും, ആ ജോലി നഷ്ടപ്പെടും. അതുപോലെ തന്നെ ചിലപ്പോൾ അവരുടെ കുടുംബം ഇവിടെയായിരിക്കും. ആ കുടുംബവും അവർ തമ്മിൽ ദീർഘകാലം വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരും. വീണ്ടും ഒത്തുകൂടാൻ കഴിയുമോ എന്ന് പോലും കഴിയാത്തൊരു സ്ഥിതി വരും. അങ്ങനെ ഈ ഇമിഗ്രൻ്റായിട്ടുള്ള ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണിതെന്നാണ് പിന്നെ കരുതപ്പെടുന്നത്. അതിന് കൃത്യമായി ഇത് വന്നിട്ടില്ല എങ്കിൽ കൂടി എങ്ങനെ വന്നാലും ഈ കോൺസുലേറ്റിൽ പോയി ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടുക പോലും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു തീരുമാനം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്, ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്ന് പറയാനും കൂടി വയ്യ. അപ്പോൾ വിദേശത്തൊക്കെ ആകുമ്പോൾ അവർക്ക് നോ പറയാൻ വളരെ എളുപ്പമാണ്. ഈ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു മാർഗ്ഗവുമില്ല. അപ്പീൽ കൊടുക്കാനോ, ഇവിടെയാണെങ്കിൽ അപ്പീൽ കൊടുക്കാനും കേസിനും ഒക്കെ പോകാൻ പറ്റും. വിദേശത്താണെങ്കിൽ ഇതിനൊന്നും സാധ്യതകളുമില്ല. ഇതൊക്കെ അവർക്കും അറിയാം. അതുകൊണ്ടൊക്കെയാണ് വിദേശത്തേക്ക് ഈ പ്രോസസ്സിങ് മാറ്റുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ക്രമരാഹിത്യമോ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കണ്ടാൽ
നിഷ്പ്രയാസം അവർക്ക് തള്ളിക്കളയാൻ പറ്റും. അങ്ങനെ തള്ളിക്കളയണമെന്നാണ് അവർ പറയുന്നത്. അത് ആ ഉദ്യോഗസ്ഥൻ്റെ താല്പര്യം. അങ്ങേർക്ക് തോന്നുക ഇവന് കൊടുക്കേണ്ടെന്ന് തോന്നിയാൽ കൊടുക്കേണ്ട, അത്ര തന്നെ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇത് ഫലത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ കോൺസുലർ പ്രോസസ്സിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവിടെ അവരുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബം ഇവിടെ തുടരുകയാണെങ്കിൽ അവർ വിഷമത്തിലാകും. അതുപോലെ തന്നെ ഈ കോൺസുലർ പ്രോസസ്സിങ്ങിന് പോകുന്നയാൾ അയാൾ ജോലി ഒക്കെ കളഞ്ഞിട്ടായിരിക്കും പോകേണ്ടി വരിക. അപ്പം ജോലിയില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ലീഗൽ സ്റ്റാറ്റസ് തന്നെ ഇല്ലാതാകുന്ന സ്ഥിതി വരും. അതുപോലെ തന്നെ കുടുംബത്തിന് മൊത്തമായിട്ടാണ് പിന്നെ ഈ വിസ അപേക്ഷകളെങ്കിൽ, ഗ്രീൻ കാർഡ് അപേക്ഷയെങ്കിൽ എല്ലാവരും കൂടി ഗ്രീൻ കാർഡിന് വേണ്ടി നാട്ടിൽ പോകേണ്ട സ്ഥിതി വരും. ഇങ്ങനെ അത് പൊതുവിൽ പ്രശ്നങ്ങളാണ്. അങ്ങനെ പ്രശ്നങ്ങളാവണം, വിഷമമാകണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നതും. അതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം. ആളുകൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കേണ്ടതില്ല, എളുപ്പത്തിൽ ആരും ഇങ്ങോട്ട് കുടിയേറേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിൻ്റെ ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഈ പുതിയ ഈ നയംമാറ്റം. അപ്പോൾ അതിനെതിരെ പിന്നെ ഏഷ്യൻ അമേരിക്കൻ ലോ മേക്കേഴ്സൊക്കെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെതിരെ ഇത് ഒരു റേസിസ്റ്റ് നിലപാടാണ്, ശരിയായ കാര്യമല്ല, ഇത് അമേരിക്കയ്ക്കും ദോഷകരമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് എത്ര കണ്ട് ഫലിക്കാൻ പോകുന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇതിനിടയ്ക്ക് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ മാസം ഈ ഇമ്മിഗ്രൻസിനെതിരെ പറഞ്ഞ, പ്രത്യേകിച്ച് ചൈനീസ് ഇന്ത്യൻ ഇമ്മിഗ്രൻസിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയ ഒരു ട്വീറ്റ് റീട്വീറ്റ് ചെയ്യുകയുണ്ടായി, ഫോർവേഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ കോൺഗ്രസിലൊരു ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രമീള ജയപാലും രാജാ കൃഷ്ണമൂർത്തി അവരെല്ലാവരും കൂടി ആ പ്രസിഡൻറ്റിൻ്റെ റേസിസ്റ്റ് നിലപാടുകൾക്കെതിരെ. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. പ്രസിഡന്റ് ട്രംപ് ഇന്നിപ്പം ന്യൂയോർക്കിലെ റോക്ക്ലാൻഡ് കൗണ്ടിയിൽ, ഞങ്ങളുടെ അടുത്താണ്, അവിടെ റോക്ക്ലാൻഡ് കമ്മ്യൂണിറ്റി കോളേജിൽ വന്നിരുന്നു. അവിടെ ഈ ഒരു 6000 പേരെങ്കിലും ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് പ്രസിഡന്റ് വരുന്നത്. പക്ഷേ രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് അത്യധികം പോപ്പുലാരിറ്റി ഉള്ള ആളായിട്ട് നിലകൊള്ളുന്നു. ഇപ്പോഴൊരു ഇലക്ഷൻ നടത്തിയാലും ഒരുപക്ഷെ പ്രസിഡന്റ് വീണ്ടും വിജയിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്യുന്ന ആളുകൾ ഈ US സെനറ്റിലേക്കും കോൺഗ്രസിലേക്കൊക്കെ പ്രസിഡന്റ് എതിർക്കുന്ന ആളുകൾ പരാജയപ്പെടും. നമ്മളിപ്പോൾ ലൂസിയാനയിലൊക്കെ കാണുകയുണ്ടായി. US സെനറ്റർ ആയിട്ട് കാസിഡി, അദ്ദേഹം പ്രൈമറിയിൽ പരാജയപ്പെട്ടു. അങ്ങനെ എതിരാളികളെയൊക്കെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട്. അതേസമയം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചിലരെങ്കിലും പ്രസിഡന്റിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വരാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെ ഈ കുടിയേറ്റം എങ്ങനെ വന്നാലും, ഈ വിരുന്നുകാർ വന്നാൽ കോഴിയുടെ തലയാണ് പോകുന്നതെന്ന് പറഞ്ഞ പോലെ, എങ്ങനെ വന്നാലും ഈ കുടിയേറ്റക്കാരാണ് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക. അപ്പോൾ അവർക്ക് എതിരെയാണ് ഇങ്ങനെ ഓരോരോ നിയമങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സങ്കടകരമായൊരു കാര്യമാണ്. പക്ഷേ ഇത് ഒഴിവാക്കാൻ ആവില്ല എന്നുള്ളതാണ് വസ്തുത.